ഈ പൂപ്പി ഇറങ്ങി വാടി ചക്കരേ പൂപ്പിക്കുട്ടാ പൂപ്പിയേ പൂപ്പിയേ ഈ കെട്ട് വെച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടും അല്ല കേട്ടോ, പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കാം. ആ കണ്ടില്ലേ, കണ്ടോ, ഏത് നിമിഷവും. അതുകൊണ്ടാണ് കണ്ടോ, അതുപോലെ അതിന് പറ്റിയ രണ്ടെണ്ണം അതിനെ കൂടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് കയറിപ്പോന്നു. കണ്ടോ 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 കണ്ടോ. ഓഹോ ഓഹോ. ആ അവനൊന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഇനി തറയിൽ നിൽക്കുന്നുള്ളന്ന്. ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് എവിടെ നിന്ന് എടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ്റെ ചാട്ടത്തിനൊപ്പം ഞാനും ചാടിക്കൊണ്ടിരിക്കും. ഓ എന്തോ ഒരു പാവം പിടിച്ച. അയ്യോ അല്ല അല്ല അല്ല, എനിക്ക് വെറുതെ തോന്നിയത്. നോക്ക നോക്ക, ഡീ നിന്റെ പൂപ്പിയുടെ അച്ഛനല്ലേടി അവനൊന്നും അല്ലേലും. ഇവിടെ കുറച്ച് കൊടുക്കത്തില്ല, ഭയങ്കരിയാട്ടോ. അച്ഛൻ്റെ അമ്മയുടെ അടിയും അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊക്കെ കണ്ടുകൊണ്ട് ഒരാളതങ്ങനെ. ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങി വരട്ടെ. ഈ ഡോറൊന്ന് തുറന്നൊന്ന് തരാമോ എനിക്ക്? അപ്പം ഞാൻ രണ്ടിനും ശരിയാക്കിയേക്കാം. ഈ ഡോറൊന്ന് തുറന്ന് തരാമോ? ഓ എനിക്കൊക്കുന്നില്ല ഇതൊക്കെ കണ്ടിട്ട്. വിട്ടുവേ, എന്തോ പറ്റിയടാ? നിനക്കൊന്നും തരുന്നില്ലേ അവളാ? ഓടെ കയറിപ്പോന്നു. അവളിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. പക്ഷെ ഇതൊക്കെയാണേലും എനിക്കൊരു സംശയം എന്തോന്നറിയാമോ, ഈ ബേഡ്സിനെ വളർത്തുന്നവർ യൂട്യൂബിൽ ഇങ്ങനെ പറയാറുണ്ട്, പൊതുവെ ഫീമെയിൽ ബേഡ് അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കും, ഫീമെയിൽ ബേഡ് വെറും പാവമാണ് എന്നൊക്കെ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ വന്നപ്പം ആണ് ഇവിടെ ഒരാൾ പാവത്തെ പോലെ, അവനതേ പറ്റൂ, പറഞ്ഞിട്ട് കാര്യമില്ല, അവനതേ പറ്റൂ. ഇവിടെ ഒരാളെ കണ്ടില്ലേ കാണിക്കുന്നത്, ആണ്